ബ്രഹ്മത്തെക്കുറിച്ചും ഉപദേശിച്ചു കൊടുക്കുകയും ചാന്തോക്യ ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. നമ്മൾ ഇവിടെ നമ്മുടെ ക്ഷേത്ര നടയിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്, തത് ത്വം അസി, അത് നീയാകുന്നു എന്ന ആ ഒരു വലിയ സത്യം നമുക്ക് പഠിപ്പിച്ചു തന്ന ഉപനിഷത്താണ് ചാന്തോക്യ ഉപനിഷത്ത്. അപ്പൊ ചാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് അതിനെ നമുക്ക് മറ്റൊന്നാക്കി കാണാൻ പറ്റുന്നത്. എല്ലാം ഈശ്വരൻ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ അടുത്തിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ശരീരം എന്ന് പറയുന്നത് കോശ നിർമ്മിതമാണ്. ഈ ഓരോ കോശത്തിന്റെ ഉള്ളിലും ഭഗവത് ചൈതന്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണത് ഭഗവത് ചൈതന്യമാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ അത് രണ്ടാമതൊന്നാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മായ എന്നാണ്. അപ്പൊ ഈ മായ എന്ന് പറയുന്നത് ഈശ്വരന്റെ ഒരു ലീലാവിലാസമാണ്. ആ ലീലാവിലാസത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഉദ്ദാലക മഹർഷി. നമ്മൾ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കയറ് കാണുമ്പോൾ അത് പാമ്പാണെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അതെന്താണ്? കയറാണ്. പക്ഷെ നമ്മളതിനെ പാമ്പായിട്ട് കാണുന്നു. അപ്പൊ ഇതാണ് മായ എന്ന പ്രക്രിയയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത് ഒന്നും സത്യമല്ല. അത് മറ്റൊന്നാക്കി നമുക്ക് കാണിച്ചു തരുന്നൊരു പ്രക്രിയയാണ് മായ. ഈ മായയ്ക്കും മായാകാര്യങ്ങളും ബാധിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, ഈ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ പരമാത്മാവ്. അത് ഇന്ന സ്ഥലത്തിരിക്കണമെന്ന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ കണികകൾ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പരം ആത്മാവെന്ന് വിളിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ഒന്നും മാറ്റിവെക്കാനില്ലാത്ത പരം ആത്മാവ്. ആ പരമാത്മാവിന്റെ പ്രതീകമാണ് സാക്ഷാൽ പരമേശ്വരൻ. പരമേശ്വരനും ശക്തിയും ചേർന്നിട്ടാണ്, പരാശക്തിയും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ ഒരു അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ വരുന്നത്. അതായത് പരമേശ്വരൻ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ പ്രതീകമാണ്. പരമേശ്വരൻ നിശ്ചലനാണ്. അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല, അതിന് പ്രത്യേകിച്ചൊരു നാമമില്ല, രൂപമില്ല, രസമില്ല, ഗന്ധമില്ല. അത് നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലെ. മുമ്പ് നമുക്ക് ഗായത്രി ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഈ പരമാത്മാവിന്റെ, പരമേശ്വരന്റെ മറ്റൊരു പേര് തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ നിർഗുണ പരബ്രഹ്മം എന്ന് വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അതിന് ഗുണങ്ങളില്ലാത്തതാണെന്നല്ലേ. അതിന് പ്രത്യേകിച്ച് ഗുണമില്ല, അത് നിശ്ചലനാണ്. എന്നാൽ ഈ നിശ്ചലമായിട്ടുള്ള പരമേശ്വരനിൽ നിന്ന് അഥവാ പരമാത്മാവിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതും അതിലാണ് ഇത് നിലനിൽക്കുന്നതും. അവിടെ നിന്നാണ് ഇതിനെയൊക്കെ തിരിച്ചു വിളിക്കുന്നതും. അപ്പോൾ ഈ അനങ്ങാതെ നിൽക്കുന്ന, നിശ്ചലനായി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്? അതൊരു സംശയമല്ലേ. ആള് നിശ്ചലനായി നിൽക്കുകയാണ്, അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അതിനു വേണ്ടി പരമേശ്വരൻ അഥവാ പരമാത്മാവ് തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സൃജിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. ആ ശക്തിയുടെ പ്രതീകമാണ് പാർവതി ദേവി അഥവാ പരാശക്തി. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ പരാശക്തി എന്ന് വിളിക്കുന്നത്. പരാശക്തി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു ശക്തിയില്ല. ആ ശക്തിയുടെ വൈഭവം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ, നമ്മുടെ പാർലമെന്റിൽ പ്രധാനപ്പെട്ട 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ? പ്രസിഡന്റും ഉണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട് അല്ലെ. പ്രസിഡന്റിന്റെ ജോലി എന്താ? രാഷ്ട്രപതിയുടെ ജോലി എന്താ? രാഷ്ട്രപതി ഉള്ളപ്പോ പിന്നെ എന്തിനാ പ്രൈം മിനിസ്റ്റർ? പ്രസിഡന്റിന് എന്തെങ്കിലും ജോലി ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല. ഇവിടെ ഒരു മന്ത്രിസഭയെ നിശ്ചയിക്കുന്നത് ആരാ? പ്രസിഡന്റാണ് അല്ലെ. ഒരു ജഡ്ജിയെ, ഒരു ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഒരു ജഡ്ജിയെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് പ്രസിഡന്റാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന്. ഇപ്പോൾ ഒരു കാര്യം ഈ പ്രസിഡന്റ് ചെയ്യേണ്ട ജോലി യഥാർത്ഥത്തിൽ ആരാ ചെയ്യുന്നത്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും അല്ലെ, സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്നിട്ടാണ് രാഷ്ട്രപതി ചെയ്യേണ്ട ജോലി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമുക്കിവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരണമെന്ന് വെച്ചോളൂ. അപ്പൊ ഒരു പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മുടെ ഭരണഘടനയിൽ നമുക്കൊരു പുതിയ നിയമം എഴുതി ചേർക്കണം. അതിനെന്താ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ഒരു പുതിയ നിയമം ഉണ്ടാവുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ പാർലമെന്റിന് 2 ഘടകങ്ങളുണ്ട്, ലോക്സഭ, രാജ്യസഭ അല്ലെ. ഇങ്ങനെ 2 ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു സഭയില്
ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അതിനെ നമ്മൾ പുതുതായിട്ട് അവതരിപ്പിക്കുക, അതിനെ നമ്മൾ ബില്ല് അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് 3 ഘട്ടങ്ങളിലൂടെ ഈ ബില്ല് കടന്നു പോകും. ഒന്നാമത് ഈ വിഷയം അവതരിപ്പിക്കും, അതിനെ നമ്മൾ ഒന്നാം വായന എന്ന് വിളിക്കും. രണ്ടാമത് ഇത് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കും, അതിനെ നമ്മൾ രണ്ടാം വായന എന്ന് പറയും.